സഹോദരന്മാരെ സഹോദരിമാരെ, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞയാഴ്ച നമ്മളെല്ലാവരും ശ്രമിച്ചത്. മനുഷ്യൻ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഒരു വീട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. സ്വന്തമായൊരു വീട്, തനിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു വീട്, അതെല്ലാവരുടെയും ആഗ്രഹമാണെന്ന് മാത്രമല്ല, അങ്ങനെ ഒന്ന് ലഭിച്ചാൽ ഒരു വലിയ സമാധാനവും ആശ്വാസവും അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്ത് വീടുണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പരിമിതികളുമുണ്ട്, കുറേ കഷ്ടപ്പെടേണ്ടതുണ്ട്. എന്നാൽ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ, നമ്മളൊന്ന് മനസ്സ് വെക്കാൻ തയ്യാറായാൽ, നമ്മൾ വേണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ, നമുക്കെല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗത്തിൽ ഒരു ഭവനം എന്നുള്ളത്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ഒരു ഭവനമല്ല, ഒരുപാട് ഭവനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലേതാനും ചില കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. സഹോദരന്മാരെ, സ്വർഗത്തിൽ വീട് കിട്ടാൻ വേറെയും ഒരുപാട് മാർഗങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും സ്വർഗത്തിൽ വീട് കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ വീട് കിട്ടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി സൂറത്തു സുമറിന്റെ 20-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച ഒരു കാര്യം, അവനെ സൂക്ഷിച്ച് ജീവിക്കുക, മുത്തഖീങ്ങളാവുക, തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്നത് ലാകിനില്ലദീന തഖൗ റബ്ബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, തങ്ങളുടെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന, സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ആരോ, അത്തരം ആളുകൾക്ക് ലഹും ഗുറഫുൻ, അവർക്ക് മണിമേടകളുണ്ട്, അവർക്ക് വീടുകളുണ്ട്, അവർക്ക് താമസിക്കാൻ മുറികളുണ്ട്. എന്താണ് ആ മുറികളുടെ പ്രത്യേകത? ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ, അവർക്ക് നിർമ്മിക്കപ്പെട്ട തട്ടുകളായ, ഒന്നിനു മുകളിൽ മറ്റൊരു മുറികൾ എന്ന രൂപത്തിൽ ഒരുപാട് മുറികൾ, തട്ടുകളായി കുറെ റൂമുകളുള്ള വീടുകളാണ് അവർക്കുള്ളത്. മാത്രവുമല്ല, ആ റൂമുകളുടെ, ആ വീടുകളുടെ പ്രത്യേകത എന്താണ്? തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാർ, ആ വീടുകൾക്ക് അവരുടെ താമസ സ്ഥലത്തിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നുമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ധാരാളം സ്ഥലങ്ങളിൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വന്തമായൊരു റൂം, സ്വന്തമായൊരു വീട് ഈ ആളുകൾക്ക് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് വെറും വാചകമല്ല, വഅദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണിത്. അല്ലാഹുവിന്റെ വാഗ്ദാനത്തെ കുറിച്ച് അല്ലാഹു തുടർന്ന് പറഞ്ഞത് ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പറഞ്ഞ വാഗ്ദാനത്തെ, നൽകിയ വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല, തെറ്റിക്കുന്നവനല്ല എന്നാണ്. സൂക്ഷ്മത പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തഖ്വ പാലിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗം ലഭിക്കണമെന്ന് അല്ല, സ്വർഗത്തിലൊരു വീട് ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മുത്തഖീങ്ങളാകണം എന്ന ഉപദേശമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഒരു സംസാരവും ഒരു ഖുതുബയും നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, നിങ്ങൾ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കാതെ ഒരു ഖുതുബയും ഒരു ഉപദേശവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റിയ പ്രവാചകന്റെ പിൻഗാമികളായ സഹാബികൾ അവരും ഈ മാതൃക നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലെയും ഉലമാക്കൾ
നമുക്ക് ആ മാതൃക പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒന്നാമത്തെ ഉപദേശം തഖ്വ തന്നെയായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ഒരിക്കൽ സുബ്ഹി നമസ്കരിച്ചു. സല്ലബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ സ്വലാത്ത സുബ്ഹ്, പ്രവാചകൻ ഞങ്ങളോടൊപ്പം ഒരു ദിവസം സുബ്ഹി നമസ്കാരം നിർവഹിച്ചു. എന്നിട്ടോ പിന്നീട് നമ്മളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവഅലന മൗഇലതൻ ബലീഗ, ഒരു സുന്ദരമായ ഖുതുബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. സുന്ദരമായ പ്രസംഗം പ്രവാചകൻ നടത്തി. ആ പ്രസംഗത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് വറഫത മിൻഹൽ ഉയൂൻ വവജിലത മിൻഹൽ ഖുലൂബ്. ആ പ്രവാചകന്റെ സംസാരം കേട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഹൃദയം പിടച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇലതു മുവദ്ദിഅ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഫഔസിന, ഞങ്ങളെ ഉപദേശിക്കണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് നൽകിയ ഒന്നാമത്തെ ഉപദേശം ഊസികും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നാണ്. പ്രവാചകൻ ആവർത്തിച്ച് പഠിപ്പിച്ചത് തഖ്വ കൊണ്ടുള്ള വസിയത്തായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, തഖ്വ കൊണ്ടുള്ള വസിയത്ത് നൽകാനുള്ള കാരണം സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകൾ അത് മുത്തഖീങ്ങൾ മാത്രമാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ വീടാഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ പ്രധാനമായും ചെയ്യേണ്ട ഒരു പ്രവർത്തനം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, തഖ്വയുള്ളവരാവുക എന്നാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൻതജഅല ബൈനക വബൈന മഹാരിമില്ലാഹി വിഖായ, നിനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്കുമിടയിൽ ഒരു മറ സ്വീകരിക്കുക എന്നുള്ളതാണ് തഖ്വ. ഹറാമുകൾ ചെയ്യരുത്. നിഷിദ്ധമായ കുറെ കാര്യങ്ങൾ നമുക്കറിയാം, അതൊന്നും ചെയ്യരുത്. പരീക്ഷയിലേക്ക് അടുക്കരുത്, തിന്മകൾ കാണരുത്, സംഗീതം കേൾക്കരുത്, അനാവശ്യങ്ങൾ പറയരുത്, വസ്ത്രധാരണം ഇസ്ലാമികമാക്കണം, അന്യപുരുഷന്മാരോട് സ്ത്രീകൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്, അനുവദനീയമല്ലാത്ത പെണ്ണിലേക്ക് നോക്കരുത്, അത്തരം ആളുകളെ സ്പർശിക്കരുത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഹറാമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണ് തഖ്വ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ നീ എങ്ങനെ സഞ്ചരിക്കും? ചോദ്യകർത്താവ് തിരിച്ചു മറുപടി പറഞ്ഞു, ഞാൻ എന്റെ തുണി ഉയർത്തി പിടിച്ചുകൊണ്ട് മുള്ളില്ലാത്ത സ്ഥലങ്ങൾ നോക്കി സൂക്ഷ്മതയോടുകൂടി ഞാൻ എന്റെ കാലുകൾ എടുത്തു വെക്കും. അദ്ദേഹം പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എങ്കിൽ അതാണ് തഖ്വ എന്നാണ്. ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ കടന്നു വരും. ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ ആ ഹറാമുകൾ മുന്നിലേക്ക് വരുമ്പോൾ ഇല്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഹറാമിനെ തട്ടിമാറ്റി ഹലാലായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, ആ തഖ്വ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന്, സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി സുഹൃത്തുക്കളെ, നമ്മൾ സ്വർഗത്തിൽ വീട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അത് ക്ഷമ അവലംബിക്കലാണ്, ക്ഷമിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 62-ാമത്തെ വചനം മുതൽ പരമകാരുണികന്റെ അടിയാറുകളുടെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദുകളുടെ ഗുണങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് 75-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഉലൈക യുജസൗനൽ ഗുർഫത ബിമാ സബറു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച അള്ളാഹുവിന്റെ ഈ അടിമകൾക്ക്, പരമകാരുണികൻ ഇബാദുർ റഹ്മാനിനെ ഉലൈക യുജസൗൻ, അവർക്ക് ജസാ ആയിക്കൊണ്ട്, പ്രതിഫലമായിക്കൊണ്ട് അവർക്ക് നൽകപ്പെടും അൽ ഗുർഫ, ഒരു വീട്, ഒരു റൂം അവർക്ക് അള്ളാഹു നൽകും. എന്തിനാണ് നൽകുന്നത്? ബിമാ സബറു, അവർ ക്ഷമിച്ച കാരണത്താൽ, അവർ ക്ഷമ അവലംബിച്ച കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു വീട് നൽകുമെന്ന്, ഒരു റൂം നൽകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, അവർ അവിടെ നേരിടുന്നത്, അവർ അവിടെ മുന്നിടുന്നത് തഹിയ്യത്തും സലാമും മാത്രമാണ്, അഭിവാദ്യങ്ങളും സമാധാനത്തിന്റെ വർത്തമാനങ്ങളും മാത്രമായിരിക്കും അവർ അവിടെ കേൾക്കുക എന്നാണ്. ഒരനാവശ്യം കേൾക്കാത്ത, ഒരു കുത്തിപ്പറയലുകളില്ലാത്ത, ഒരു കളിയാക്കലുകളില്ലാത്ത, അസമാധാനത്തിന്റെ സംസാരങ്ങളൊന്നും കേൾക്കാനില്ലാത്ത ഒരു സുന്ദരമായ ഗേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ക്ഷമ അവലംബിച്ച ആളുകൾക്ക് നൽകുമെന്നാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എന്തെല്ലാം വന്നാലും അതെല്ലാം പരിപൂർണമായും ക്ഷമിക്കാൻ കഴിയുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഓഫർ ചെയ്യുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന സ്വബ്ര ഇൻദ സദമത്തിൽ ഊല. എപ്പോഴാണ് ക്ഷമ വേണ്ടത്? എപ്പോഴാണ് ക്ഷമ വേണ്ടത്? എന്തെങ്കിലും സംഭവിച്ച് പ്രയാസങ്ങൾ ഉണ്ടായി നിലവിളിച്ച് എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് ഇനിയൊന്നും നടക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല ക്ഷമ വേണ്ടത്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവനെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനിയൊന്നും എനിക്ക് നടക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയലല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ നിമിഷം, അതിന്റെ പ്രൈമറി ടൈമിൽ തന്നെ ക്ഷമിക്കാൻ കഴിയുന്നവർ, അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാം ചെയ്ത് പിന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സഹായതയാണ്. അതിന് ക്ഷമ എന്നല്ല പറയുക. നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള സന്ദർഭത്തിലും അത് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ നൽകിയതാണെന്ന് മനസ്സിലാക്കി ഖളായിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മടിമേട നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ക്ഷമ അവലംബിക്കുവാൻ, ജീവിതത്തിൽ അത് പാഠമാക്കി തീർക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിന്റെ 3 തട്ടുകളിൽ 3 സ്ഥലങ്ങളിൽ വീട് ലഭിക്കുന്ന ആളുകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ, സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ ഉറപ്പു നൽകാം. ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന, എവിടെ? സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത്. സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ചുറ്റോട് ചുറ്റിലും വീടുകൾ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകാം. ആർക്കാണ്? ലിമൻ തറക്കൽ മിറാ വ ഇൻ കാന മുഹിഖൻ, തർക്കിക്കാനുള്ള എല്ലാ അവസരവും എല്ലാ സാഹചര്യവും എല്ലാ അവകാശവും ഉണ്ടായിട്ടും തർക്കം ഒഴിവാക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് വീട് നൽകാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉറപ്പ് നൽകുന്നു. സുഹൃത്തുക്കളെ, തർക്കം എന്നത് ഒരു അനാവശ്യമായ സ്വഭാവമാണ്. നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ തർക്കിച്ച് സമയം കളയരുത്. നമ്മുടെ വണ്ടി തട്ടിയാൽ, ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് തട്ടിയാൽ വെറുതെ തർക്കിച്ച് സമയം കളയരുത്. സംഭവിച്ച കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ആ കാര്യത്തെ ക്ഷമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമാധാനത്തോടു കൂടി സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താനായിരിക്കണം ശ്രമിക്കേണ്ടത്. അതല്ലാതെ അനാവശ്യമായ തർക്കത്തിലേക്ക് മുതിരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. കുട്ടികൾ പരസ്പരം എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ വെറുതെ തർക്കിക്കുന്ന, തല്ലുന്ന, അടിച്ചു പിരിയുന്ന അവസ്ഥകൾ സ്കൂളുകളിൽ, ക്ലാസ്സുകളിൽ കാണാറുണ്ട്. മക്കളെ, അത്തരം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. മക്കൾ എന്തെങ്കിലും വിഷയത്തിൽ തർക്കിച്ചാൽ അതിന്റെ കാര്യം ചോദിക്കാൻ പോയി മാതാപിതാക്കൾ തമ്മിൽ, പരസ്പരം കുട്ടികളുടെ മാതാക്കൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അയൽവാസി ചെയ്ത എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ആ ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. കുടുംബത്തിലെ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചീത്ത പറയുന്ന, അങ്ങോട്ട് തർക്കിക്കുന്ന അവസ്ഥകൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ആ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ തർക്കിക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടായാലും ഇല്ല, ഇത് അനാവശ്യമാണെന്ന് മനസ്സിലാക്കി തർക്കം ഒഴിവാക്കാൻ കഴിയുന്നവരാരോ അവർക്ക് സ്വർഗ്ഗത്തിന് താഴ്ഭാഗത്ത് വീടുണ്ട് എന്നാണ് പ്രവാചകർ വീണ്ടും പറഞ്ഞു. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ് വഇൻ കാന മാസിഹൻ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് നടുവിൽ ചില ആളുകൾക്ക് ഞാൻ വീടിന് ജാമ്യം നിൽക്കാം. ആരാണവർ? ലിമൻ തറക്കൽ കദിബ, കളവൊഴിവാക്കിയവൻ. ലിമൻ വഇൻ കാന മാസിഹൻ, തമാശക്ക് പോലും. കളവ് എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഒരു വിഷയമാണ്. റസൂൽ പറഞ്ഞില്ലേ, ചില ആളുകളെ കളവ് പറയും, കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെറുതിനും വലുതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ കളവ് പറയും. അങ്ങനെ അവന്റെ കളവുകൾ അധികരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പെരുങ്കള്ളൻ എന്ന് റബ്ബിന്റെ രേഖയിൽ രേഖപ്പെടുത്തുമെന്നാണ്. പിന്നെ അവനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ കളവ് പറയുന്നവരെ മാറാൻ പാടില്ല. ഇവിടെ പ്രവാചകന് പ്രത്യേകം എടുത്തു പറഞ്ഞത് വഇൻ കാന മാസിഹൻ, തമാശക്ക് പോലും കളവ് പറയരുത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ അനുവദിച്ചിട്ടുണ്ട്. ആവശ്യമായ തമാശകൾ, വളരെ കുറഞ്ഞ പരിമിതമായ തമാശകൾ, തമാശക്ക് വേണ്ടി മാത്രം ജീവിതം മുടിഞ്ഞു വെക്കാനല്ല. പ്രവാചകൻ തമാശ പറഞ്ഞിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, അത് അനുവദനീയമാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ഒരിക്കലും പോലും കളവ് പറഞ്ഞിട്ടില്ല. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് നാശമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളവ് പറയുന്നവരെ നമ്മൾ മാറുവാൻ പാടില്ല. ആധുനിക കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ആളുകളെ ചിരിപ്പിക്കാനും വേണ്ടി എന്തെങ്കിലും പറയുന്ന അവസ്ഥകളാണ് സമൂഹത്തിലുള്ളത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ
അത് പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം കളവാണ് എന്ന്. എന്നിട്ട് എല്ലാവരും ഒരേപോലെ തള്ളി മറിക്കുക എന്നാണ് പറയാ. ആളുകൾക്കറിയാം അത് കളവാണ് എന്ന്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കളവുകൾ. എന്തിനാണ് പറയുന്നത്? ആളുകളെ ചിരിപ്പിക്കാൻ, സന്തോഷിപ്പിക്കുവാൻ. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. പറയുന്നത് സത്യം മാത്രമായ എത്ര കയ്പാണെങ്കിലും സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ തമാശക്ക് വേണ്ടി തള്ളിമറിക്കുന്നവരായി, കളവ് പറയുന്നവരായി മാറുവാൻ പാടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് കളവ് ഒഴിവാക്കാൻ തയ്യാറാണോ? സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് ലഭിക്കുമെന്നാണ്. സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഏറ്റവും മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൽ ജാമ്യം നിൽക്കുന്നു. ആരാണത്? ലിമൻ ഹസ്സന ഖുലുഖ, സ്വഭാവം ഏറ്റവും നന്നാക്കിയവൻ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ ആരാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വർഗത്തിന്റെ ഉന്നതിയിൽ വീട് ലഭിക്കുമെന്ന് ജാമ്യം നിന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ കഴിയണം. അനാവശ്യമായതെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഇസ്തു അൻ ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സ്വഭാവം, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ വീട് ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങേയറ്റം ഈമാനുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. എന്താണത്? ഒരു വ്യക്തിയുടെ മകൻ മരിച്ചാൽ, ആരെങ്കിലും മരിച്ചാൽ നമ്മൾ സാധാരണ ചൊല്ലേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദ്, ഒരു മനുഷ്യന്റെ മകന് മരണപ്പെട്ടു, ഒരു അടിമയുടെ മകന് മരണപ്പെട്ടു. ഖാലല്ലാഹു ലി മലായികതിഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകളോട് പറയുമത്രേ, ഖബൽതും വലദ അബ്ദി ഫയഖൂലൂന നഅം, നീ എന്റെ അടിമയുടെ മകനെ പിടിച്ചെടുത്തോ? മലക്കുകൾ അതേ എന്ന് പറയും. ഖബൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ, അവന്റെ കരളിന്റെ കഷ്ടത്തെ നീ പിടിച്ചെടുത്തോ എന്ന് അല്ലാഹു ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, അതേ റബ്ബേ, ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? സ്വന്തം മകൾ മരിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയുമത്രേ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അവർ പറഞ്ഞുവെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്കാകുന്ന സകല സ്തുതിയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് അവർ പറഞ്ഞുവെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, എങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു വീട്, ഉബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുക്ക്. വസമ്മൂഹു ബിബൈത്തിൽ ഹംദ്, എന്നിട്ട് ബൈത്തുൽ ഹംദ് എന്നതിന് പേര് വിളിക്കുക എന്നാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുണ്ടാക്കിയിട്ട് ആ വീടിന് പേരും വെച്ചു. വീടുണ്ടാക്കിയ ആളുകളൊക്കെ എന്ത് പേര് വിളിക്കുമെന്നൊക്കെ ആശങ്കപ്പെട്ട് നടക്കാറുണ്ട്. ബൈത്തുൽ ഹംദ് എന്ന് പേര് വെച്ച ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാരിക്കാൻ, സ്വന്തം മക്കൾ മരിച്ചിട്ട് അതിനുവേണ്ടി നിലവൈര്യം വെക്കുന്ന, കരയുന്ന, തേങ്ങലടിക്കുന്ന ആളുകളല്ല. കരയാം, സങ്കടപ്പെടാം, അനുവദനീയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കരഞ്ഞിട്ടുണ്ട് മക്കൾ മരിച്ചപ്പോൾ. പക്ഷേ അതിൽ പരിപൂർണമായും ആ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്നു സകല സ്തുതിയുമെന്ന് സുഹൃത്തുക്കളെ പറയാൻ കഴിയുന്നവർ അവർ ആരാണ്? അല്ലാഹു ഇതിനൊക്കെ നൽകിയ വിധിയാണെന്ന് പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് സാധ്യമാകുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന വീടുണ്ടാക്കി നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുമെന്നാണ്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കാൻ ഒന്ന്, നമ്മൾ തഖ്വ പാലിക്കലാണ്. രണ്ടാമത്തേത് നമ്മൾ ക്ഷമ അവലംബിക്കലാണ്. മൂന്നാമത്തേത് തർക്കം ഒഴിവാക്കലാണ്. നാലാമത്തേത് കളവ് ഒഴിവാക്കലാണ്. അഞ്ചാമത്തേത് സ്വഭാവം നന്നാക്കലാണ്. ആറാമത്തേത് മക്കൾ മരിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് അല്ലാഹു ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സ്വർഗ്ഗത്തിലെ വീട് ലഭിക്കാൻ കാരണമാകുന്ന 6 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സ്വർഗം എടുക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമുണ്ട്.
ഏത് കാര്യം നേടിയെടുക്കണമെങ്കിലും നമുക്ക് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ ആയുധം അതെന്താണ്? അത് പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ആരെങ്കിലും മൻ സഅലൽ ജന്നത സലാസ മിറ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗ്ഗത്തിന് 3 വട്ടം ചോദിച്ചാൽ, സ്വർഗ്ഗമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി അല്ലാഹുവോട് പറയുമത്രേ, അല്ലാഹുവേ അവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. നമ്മൾ അല്ലാഹുവോട് 3 വട്ടം പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ പ്രാർത്ഥന 3 വട്ടം ആവർത്തിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന്, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നുവെന്ന് 3 വട്ടം ചോദിക്കാൻ തയ്യാറായാൽ, ആ 3 വട്ടം ആകുമ്പോൾ സ്വർഗം അല്ലാഹുവോട് പറയും, അല്ലാഹുവേ നീ ഇവനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, നരകത്തെ തൊട്ട് 3 വട്ടം ആരെങ്കിലും കാവൽ തേടിയാൽ നരകം അല്ലാഹുവോട് പറയും, അല്ലാഹുവേ ഇവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കല്ലേ എന്ന്. അപ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽ ജന്നത, അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ചാൽ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ, വഅദ്ഖിൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് 3 വട്ടം പറഞ്ഞാൽ നരകം നമുക്ക് വേണ്ടി രക്ഷ തേടുകയും സ്വർഗം നമുക്ക് വേണ്ടി അല്ലാഹുവോട് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. മഹാനായ മഹദി ആസിയ റളിയല്ലാഹു അൻഹ, ഫിർഔനിന്റെ ഭാര്യ, അല്ലാഹു സുബ്ഹാനഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തരണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹ്രീമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതും നമുക്ക് പ്രാർത്ഥിക്കാം, മലയാളത്തിലോ നമുക്കിഷ്ടമുള്ള ഏത് ഭാഷയിലും അല്ലാഹുവോട് 3 വട്ടം ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി അല്ലാഹുവോട് തേടുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവോട് ഫിർദൗസിനെ ചോദിക്കണം. കാരണം ഫഇന്നഹാ അഅലൽ ജന്നതി വഔസതുഹാ, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലും മധ്യഭാഗത്തുമുള്ളതാണ് ഫിർദൗസ്. അവിടെയാണ് പ്രവാചകന്മാരുള്ളത്, അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുക. ആ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് ഉണ്ടാവുക. ആ ഏറ്റവും ഉന്നതമായ സ്വർഗ്ഗത്തെ തന്നെ ചോദിക്കണം. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദൗസിനെ ചോദിക്കുന്നു എന്ന് തന്നെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന്, സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.